സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. ഒരു പ്രാവശ്യം കൂടെ സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. ഓ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഓ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഓ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ആമേൻ. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. 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 ആമേൻ. ശബലം തരബം ശബം സദബം ശലഗദന. ഓ ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പാപഭാരം ചുമന്നതാ, പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടു നീ. സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. പാപഭാരം ചുമന്നതാ, പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടു നീ. സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. എന്ന് പറയാമോ? ദൈവം പരിശുദ്ധൻ. ഓ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ശബബബബബ ശതുരദനവ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൂതരും സർവ സൃഷ്ടികളും വാഴ്ത്തും വാഴ്ത്തും ദൈവമേ. ഓ സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. സർവ സൃഷ്ടികളോ ദൂതരും സർവ സൃഷ്ടികളും വാഴ്ത്തും ദൈവമേ. സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം
Ramadolavam Shagatara Sadabadolavam Shatura Rimataravam Shabakaramasirava Parishuddhan Devam Parishuddhan. Hallelujah Hallelujah Amen. എല്ലാ നാവുകളും തുറന്ന് ദൈവസാന്നിധ്യത്തിന് കുറിച്ച് ദൈവസാന്നിധ്യത്തിന് മുമ്പാകെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സ്തോത്രം 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 യേശുവേ. അപ്പാ നന്ദിയോടെ സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാം പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം നന്ദിയോടെ സ്തോത്രം സ്തോത്രം യേശുവേ. സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാം പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. എല്ലാവരും വിശുദ്ധിയോട് വേർപാടോട് സമർപ്പണത്തോടെ നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദമാകുവാൻ നിർമ്മല മനസാക്ഷിയോടെ ദൈവത്തെ ആരാധിപ്പാൻ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ മാസത്തിന്റെ 19ാം ദിവസം ദൈവം ഞങ്ങളോട് കാണിച്ച കരുതന്ന ദൈവത്തിന് സ്തോത്രം. അനേക തകർന്നരിപ്പണമായി നഷ്ടപ്പെട്ടു പോയ ആ ഒരു കാലഘട്ടത്തിൽ ദൈവം ഞങ്ങളുടെ സഭയാ നിർത്തിയ കൃപയ്ക്ക് നന്ദി. കർത്താവേ, ഞങ്ങളുടെ കൂടെ പൗലിലായിരിക്കുന്ന ഞാൻ ആലയത്തിരിക്കുന്ന എല്ലാ വിദൂരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലത്തെ ആരാധനയും ദൂതും ശുശ്രൂഷകളും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണം. കർത്താവെ, ഞാൻ വിശുദ്ധിയോട് വേർപാട് നിർമ്മല മനസാക്ഷിയോടും ശുദ്ധഹൃദയത്തോടും കൂടി കർത്താവിനെ ആരാധിപ്പാടിയാക്കണം. വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ചിന്ത കൊണ്ടോ കൊടുക്കൽ വാങ്ങലോട് എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവം ഞങ്ങളോട് മനഃപൂർവ്വമായി ക്ഷമിക്കണം. ദൈവങ്ങൾ സമർപ്പിക്കുന്നു. അത്ഭുതം കർത്താവ് ചെയ്യണം. മറ്റൊരു ബുദ്ധിമുട്ടുകൾ ശുശ്രൂഷകൾക്ക് ആരാധനയ്ക്ക് വരാതെ എല്ലാ ടെക്നിക്കൽ വിഷയങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതത്തോടെ കൺട്രോൾ ചെയ്ത് വരുന്നവരെയും വരാനുള്ളവരെയൊക്കെ ഓർത്ത് സ്തോത്രം എല്ലാവരെയും മാനിക്കണം. അനുഗ്രഹിച്ചാട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ഓ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ. രാജരാജനെ അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ. രാജരാജനെ ഓ ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനേ, ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനേ, കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും
എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ആമേൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ഓ ചെങ്കടൽ പിളർന്നു നല്ല തൂവനിലമാക്കി ശങ്കരനെ തഞ്ചനത്തെ നടത്തിയോനെ. ഓ ചെങ്കടൽ പിളർന്നു നല്ല തൂവനിലമാക്കി ശങ്കരനെ തഞ്ചനത്തെ നടത്തിയോനെ. മിസ്രയീം സൈന്യത്തെ ന്യായം വിധിച്ചവനെ. ഓ മിസ്രയീം സൈന്യത്തെ ന്യായം വിധിച്ചവനെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ആമേൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ആമേൻ. തീക്കൽ പാറയാതിൽ നിന്നും ഇസ്രായേലിന് വാഗ്ദത്തത്തിൻ ജീവജലം കൊടുത്തവന്. തീക്കൽ പാറയാതിൽ നിന്നും ഇസ്രായേലിന് ഓ വാഗ്ദത്തത്തിൻ ജീവജലം കൊടുത്തവന്. ഓ മല്ലന്മാരിൻ ഭോജനത്താൽ പോഷിപ്പിച്ചോനെ. മല്ലന്മാരിൻ ഭോജനത്താൽ പോഷിപ്പിച്ചോനെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ഓ രാജാക്കന്മാരെ സംഗ്രഹിച്ചല്ലോ. ഓ ശ്രേഷ്ഠ രാജാക്കന്മാരെയും നിഗ്രഹിച്ചല്ലോ. മഹാരാജാക്കന്മാരെയും സംഗ്രഹിച്ചല്ലോ. ഓ ശ്രേഷ്ഠ രാജാക്കന്മാരെയും നിഗ്രഹിച്ചല്ലോ. ഓ സിഹോനെയും മാത്രമല്ല ഓഗിനെയുമേ. സിഹോനെയും മാത്രമല്ല ഓഗിനെയുമേ. കർത്തനെ വാഴ്ത്തി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. താഴ്ചയിൽ നമ്മെ ജീവനാഥന് വാഴ്ചയേകി സ്വർഗ്ഗസ്ഥലത്തിരുത്തിയോനെ. താഴ്ചയിൽ നമ്മെ ജീവനാഥന് വാഴ്ചയേകി സ്വർഗ്ഗസ്ഥലത്തിരുത്തിയോനെ. വൈരിയിന്മേൽ ജയം തന്ന യേശുനാഥനെ. വൈരിയിന്മേൽ ജയം തന്ന യേശുനാഥനെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനെന്നോർത്തു പാടി പുകഴ്ത്തിടുവിൻ. തന്റെ സ്നേഹമധുരിമയെന്നും രുചിച്ചിടുവിൻ. അവൻ നല്ലവനെന്നോർത്തു പാടി പുകഴ്ത്തിടുവിൻ. തന്റെ സ്നേഹമധുരിമയെന്നും രുചിച്ചിടുവിൻ. ശുദ്ധകൈകൾ ഉയർത്തി പരനെ സ്തുതിപ്പിൻ. ശുദ്ധകൈകൾ ഉയർത്തി പരനെ സ്തുതി. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. താഴ്ചയിൽ നമ്മെ ജീവനാഥന് വാഴ്ചയേകി സ്വർഗ്ഗസ്ഥലത്തിരുത്തിയോനെ.
യേശുവേ വായിലിന്മേൽ ജയം തന്ന യേശുരാജനെ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി സ്തുതിച്ചിടുവിൻ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ അവൻ നല്ലവനെന്നോർത്ത് പാടി പുകഴ്ത്തിടുവിൻ തന്റെ സ്നേഹമാധുരിമയെന്നും രുചിച്ചിടുവിൻ അവൻ നല്ലവനെന്നോർത്ത് പാടി പുകഴ്ത്തിടുവിൻ തന്റെ സ്നേഹമാധുരിമയെന്നും രുചിച്ചിടുവിൻ ശുദ്ധ കൈകൾ ഉയർത്തി പരനെ സ്തുതിപ്പിൻ ഓ ശുദ്ധ കൈകൾ ഉയർത്തി പരനെ സ്തുതിപ്പിൻ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ 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 ഓ എൻ പ്രിയനെന്തു മനോഹരമാ തൻ പാതയെന്നും ആശ്രയമാ ഓ എൻ പ്രിയനെന്തു മനോഹരമാ തൻ പാതമെന്നും ആശ്രയമായി ആനന്ദനുദിനമോ ആമയമാകറ്റി നടത്തുമെന്നേ എൻ പ്രിയനെന്തു മനോഹരനാ ഓ താൻ പാദമെന്നും ആശ്രയമാ ഓ എൻ പ്രിയനെന്തു മനോഹരനാ യേശുവേ താൻ പാദമെന്നും ആശ്രയമാ ശാരോൻ പനിനീർ കുസുമമവൻ താഴ്വരകളിലെ താമരയും ശാരോൻ പനിനീർ കുസുമമവൻ താഴ്വരകളിലെ താമരയും മധുരഫലം തരും നാരകമാ ഓ താൻ നിഴലതിലൻ താമസമാ ഓ എൻ പ്രിയൻ കരമടിച്ച ശക്തിയോടെ പറയാമോ ഓ താൻ പാദമെന്നും ആശ്രയമാ ഓ എൻ പ്രിയനെന്തു മനോഹരനാ ആ താൻ പാദമെന്നും ആശ്രയമാ ഉലകക്കൊടും വെയിൽ കൊണ്ടതിനാ ഇരുൾ നിറമായിരിക്കെങ്കിലും ഓ ഉലകക്കൊടും വെയിൽ കൊണ്ടതിനാ നിറമായിരിക്കെങ്കിലും ഓ തിരുകൃപയാ ആ താൻ കരവരയിൽ ചേർക്കുകയാ ഓ എൻ പ്രിയനെന്തു മനോഹരനാ തൻ പാദമെന്നും ആശ്രയമാ ഓ എൻ പ്രിയൻ എന്തു മനോഹരനാ ആമേ താൻ പാദമെന്നും ആശ്രയമാ മാറ്റമില്ല മാറ്റമില്ല കൃപ നിറഞ്ഞവനാ ഓ മാറ്റൊരു രക്ഷകനിൽ നിന്നുമോ ഓ മാറ്റമില്ല കൃപ നിറഞ്ഞവനാ ഓ മറ്റൊരു രക്ഷകനിൽ നിന്നുമോ ഓ മാരുവിടവാ ഈ ഭൂമിയിൽ ഞാൻ മാറി ചാരി ഞാൻ ആശ്വസിക്കും ഓ
മധുരഫലം തരും നരകമാ കണ്ണീരലതിലൻ താമസമാ ഓ എൻ പ്രിയനേ ഹല്ലേലൂയ പാദമെന്നുമെന്നാശ്രയമാ ഓ എൻ പ്രിയനെന്തു മനോഹരനാ ഓ താൻ പാദമെന്നുമെന്നാശ്രയമാ ഓ ഉലക കൊടുമ്പയിൽ കൊണ്ടതിനാ ഇരുൾ നിറമായെനിക്കെങ്കിലും താൻ ഉലക കൊടുമ്പയിൽ കൊണ്ടതിനാ ഇരുൾ നിറമായെനിക്കെങ്കിലും താൻ തള്ളുകയില്ല ശക്തിയോടെ ചേർക്കുകയാ പ്രിയനെന്തു മനോഹരനാ പാദമെന്നുമെന്നാശ്രയമാ മാറ്റമില്ല കൃപ നിറഞ്ഞവനാ മറ്റൊരു രക്ഷകരില്ലിതുപോ മാറ്റമില്ല കൃപ നിറഞ്ഞവനാ മറ്റൊരു രക്ഷകരില്ലിതുപോ മരുവിടമാമീ ഭൂമിയിൽ ഞാൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും പ്രിയനെന്തു മനോഹരനാ പാദമെന്നുമെന്നാശ്രയമാ പ്രിയനെന്തു മനോഹരനാ പാദമെന്നുമെന്നാശ്രയമാ മനോഹരനാ പാദമെന്നുമെന്നാശ്രയമാ പ്രിയനെന്തു മനോഹരനാ പാദമെന്നുമെന്നാശ്രയമാ മനോഹരനാ പാദമെന്നുമെന്നാശ്രയമാ പ്രിയനെന്തു 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 മനോഹരനാ പാദമെന്നുമെന്നാശ്രയമാ Shabalam Tadabam Shabalagadabam Shada Hadadabalam Shadabam Tadadadadana Oh Didabadabam Shabalam Tadabam Shada Didabadabadam Shabalagadidajadagadadana Adabadabam Shabalabadabadana Adabadabam Shabaladana Agadabam Shabalam Tadabam Shadabana Didabadadadadagadadagada Oh Didabadabam Shabalagadabam Shabaladana എന്റെ പ്രിയരത്വ മനോഹരമാണ് ഷാരോൻ പനിനീർ പുഷ്പമവൻ താഴ്വരയിലെ താമരയാണ്
എന്റെ പ്രിയകന്മയെ ചുവപ്പമുള്ളവനാണ്. 10,000 വിശേഷതയുള്ളവനാകുന്നു. അവനെ കണ്ടാൽ കണ്ണുമാറാൻ പറ്റാത്ത നിലയിൽ സൗന്ദര്യ സമ്പൂർണനായ യേശു ക്രിസ്തുവിനെ ആരാധിപ്പാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തിനായി ഹൃദയത്തോടെ കരമടിച്ചു പറയുമേ, എന്റെ യേശുവിനെ ആരാധിക്കുന്ന പോലത്തെ ആരാധന, എന്റെ കർത്താവ് കൊടുക്കുന്ന മകത്വം പോലെ മകച്ച ഈ ഭൂമി മറ്റാരുമില്ലേ. താഴ്ചയിൽ ഓർത്തവന്, വൈരി പിടിപ്പിച്ച കർത്താവിന്, മിസ്രയീമിലെ സൈന്യത്തെ ന്യായം വിധിച്ചവന്, ശീഗോനെ ഓഗിനെ ന്യായം വിധിച്ചവന്, തന്റെ ജനത്തിന് ആശ്വാസം കൊടുക്കുവാൻ, തന്റെ ജനത്തെ സംരക്ഷിപ്പോൾ, തന്റെ ജനത്തെ സന്തോഷമാകുവാൻ എന്റെ ദൈവം ജാഗരൂപനാ. ഓ എല്ലാ നാമത്തൊന്ന് കരമടിച്ച് ദൈവസന്നിധിയിൽ നന്ദിയോടെ പറയാമോ? ആമേ. സാത്താന്റെ കയ്യിൽ നിന്ന്, അനർത്ഥത്തിന്റെ കയ്യിൽ നിന്ന്, അപകടത്തിന്റെ കയ്യിൽ നിന്ന്, പകർച്ചവ്യാധിയുടെ കയ്യിൽ നിന്ന്, തന്ത്രവാദത്തിന്റെയും ശകുനവാദത്തിന്റെ ആഭിചാരത്തിന്റെ കയ്യിൽ നിന്നുകൊണ്ട് തേജോമനായ ദൈവോ റബലബനഗശല തമ്പേയുടെ കൂടാരത്തെ ദൈവം മറച്ചു. അനർത്ഥങ്ങൾ ഒന്നിനു പുറകെ ഒന്നാ വരുത്തുവാൻ പിശാച് തന്റെ പൂണിക്കകത്തായുധം ശേഖരിച്ചു വെച്ചു. പക്ഷേ സാത്താന്റെ പദ്ധതികൾ അവൻ നമ്മൾ വരാതെ പണ്ട് ആയുഷിനോട് ആരോഗ്യത്തോടോ അവൻ പിശാചത്തോടും അനുവദിക്കാതെ പണ്ട് തേജസ്സോടെ മറച്ച തമ്പുരാന്റെ കൃപയോർത്തുകൊണ്ട് കരമുദരിച്ച് ആത്മാവിൽ ദൈവത്തെ നന്ദി സ്തോത്രം പറയോ. ശുദ്ധപരഘടകം ശബ്ദരാധനകസി അഷ്കടകനം ധരാധനകം ശനാധന. ചുരമലഗതനം ശമാദിനാദനം ക്ഷലാദന നമ്മുടെ കണ്ണിനെ കണ്ണിന് വീഴ്ചയെന്നും പ്രാണനെ മണ്ണത്ത് പിടിപ്പിച്ചവനാ ദൈവം. അടബദ്യഘോഷാപ്പാത്തിങ്ങനെ വാക്ക് പറഞ്ഞു. ആമേ. മോബാബിനും അമ്മോനും മെയ്യൂനും ഞങ്ങൾക്കെതിരായിട്ട് വന്ന് ഞങ്ങളുടെ കുലത്തെ കൊന്നുമുടിപ്പാൻ, അവകാശത്തെ തട്ടിപ്പറിക്കുവാൻ മോബാബിനും അമ്മോനും മെയ്യൂനും ഒന്നിച്ചുകൂടി വന്നപ്പോൾ ഞങ്ങൾ പാട്ടുകൾ പാടി, ഞങ്ങൾ അന്യഭാഷയിൽ കരമടിച്ച് ആരാധിച്ചപ്പോൾ സാത്താൻ ദൈവം തോൽപ്പിച്ചതുപോലെ ഇന്ന് രാവിലെ നമ്മുടെ അവകാശത്തെ പിച്ചു ചീന്താൻ, നമ്മുടെ അവകാശത്തെ വെട്ടിയെടുക്കുവാൻ, നമ്മെ ആരുമല്ലാതാക്കി മാറ്റാൻ സാത്താനാകുന്ന പരിപാടികൾ ഒപ്പിച്ചപ്പോൾ അവന്റെ ഇഷ്ടത്തിനോ അവന്റെ ചിന്തയ്ക്ക് വിട്ടുകൊടുക്കാതെ വന്ന തേജസ്സിനെ മറച്ച തമ്പുരാന്റെ കൃപയ്ക്കായി നന്നായി കരമുദരിച്ച ആത്മനിയോഗത്താല് ദൈവത്തെ സ്തോത്രം ചെയ്യും. ഇന്ന് രാവിലെ അക്കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിനൊരു മഹത്വം കൂടി നമുക്ക് ഉറക്കി കൊടുക്കാമോ? ഈ 2026 ജൂലൈ മാസത്തിന്റെ 19-ാം ദിവസമാണ് നമുക്ക് ദൈവസന്നിധി കടന്നുവരുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ആത്മാവ് അവസരം ഒരുക്കിയത്. കഴിഞ്ഞ മാസങ്ങളിലും ദിവസങ്ങളിലും ദൈവസന്നിധി പ്രാർത്ഥിച്ചും ഉപവസിച്ചും കരഞ്ഞും ഒക്കെ നാം ദൈവസന്നിധി ഇരിപ്പാൻ കർത്താവ് സഹായിച്ചു. ഒരു പ്രതീക്ഷിക്കുന്ന ഒരു ശുഭഭാവി വിടുതലിന്റെ ശബ്ദം അനുഭവിപ്പാൻ തക്കവണ്ണം കാതോർത്തിയ സമയങ്ങളാണ്. അതിനു വേണ്ടി ഒരുക്കത്തോണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ തമ്പുരാന്റെ അത്ഭുതങ്ങൾ നമുക്ക് ചെയ്യാൻ തക്കവണ്ണം താല്പര്യം നിൽപ്പുണ്ട്. നമ്മോടൊപ്പം ഓൺലൈനിൽ ദൈവസന്നിധിയായിരിക്കുന്നു. സന്ദേശം നമ്മോടൊപ്പം വരുവാൻ കഴിയാതെ മാനസികയുടെ ഭാരത്തോട് പ്രിയ സഹോദരിയും അവിടെ ആയിരിക്കുന്നു. നമ്മോടൊപ്പം ഓൺലൈനിലായിരിക്കുന്നു പ്രിയ സഹോദരി. കർത്താവ് മാനിക്കട്ടെ. അലയിച്ച കർത്താവ് നമ്മെ കൊണ്ടുവന്ന എല്ലാ വിധങ്ങൾക്കും ദൈവകൃപയ്ക്കുമാ നന്ദി. ചില പ്രിയപ്പെട്ടവർ ശരീരമായിട്ട് ക്ഷീണത്താലായിരിക്കുന്നു. ആമേ. അവരെ ദൈവം പഠിപ്പിക്കട്ടെ. പ്രിയ സിസ്റ്ററിൻ്റെ മാതാവിനും ക്ഷീണത്താലായിരിക്കുന്നു. ആമേ. നമ്മുടെ പലട നീ എന്ന മോളും ആ കുഞ്ഞിന് ശരീരമായി ക്ഷീണത്തോടെ ആയിരിക്കുന്നു. പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പല പ്രിയപ്പെട്ടവരും പകർച്ചവ്യാധികളുടെയും പല ക്ഷീണത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്നു. എങ്കിലും ദൈവം നമ്മെ ബലത്തോടുകൂടെ ഇന്ന് രാവിലെ ആലയത്തെ കർത്താവ് കൊണ്ടുവന്ന കൃപയ്ക്കായി നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ എണ്ണത്തിലൊന്നുപോലും കുറയ്ക്കാതെ വണ്ണം തമ്പുരാൻ്റെ കൃപയും നമ്മെ മറപ്പാനിടയാക്കി. ആ ദൈവത്തിന് എത്ര മഹത്വം കൊടുത്താലും എത്ര ആരാധന കൊടുത്താലും അവൻ ദൈവം നന്മ തന്നോ നന്മ തന്നില്ലയോ, ഉയർച്ച തന്നോ ഇല്ലയോ എന്ന കാര്യം നമ്മുടെ വിഷയമല്ല. പക്ഷേ ദൈവം മനുഷ്യരായ നമ്മയെക്കുറിച്ച് ദൈവം ഇട്ടിരിക്കുന്നത് അവന് തക്ക മഹത്വം കൊടുപ്പാനാണ്. പ്രൈസ് ദി ലോർഡ്.
ആരാധിപ്പാനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്ന ബോധ്യം നമുക്കുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആത്മാവിൽ ആരാധിപ്പാൻ തക്കവണ്ണം പരിശുദ്ധനാ ദൈവം ഇടയാക്കട്ടെ. ദൈവസന്നിധി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? സമർപ്പണത്തോട് നമുക്ക് ദൈവസന്നിധിയിൽ ചില ആത്മീയ ഗീതം കൂടി ആത്മാവിൽ പാടിക്കൊണ്ട് ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് വചനം പറഞ്ഞ യേശു പരിശുദ്ധാത്മ നിറഞ്ഞവനായി ഗലീല വിട്ട് മടങ്ങിയതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നിയോഗത്താലെ നമുക്കും സഞ്ചരിപ്പാൻ തക്കവണ്ണമുള്ള തമ്പുരാന്റെ കൃപ ദൈവം നമുക്ക് നൽകുവാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ അല്പ നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ ആരാധിച്ച് കർത്താവിൻ്റെ മുഖത്ത് കൊടുപ്പാൻ ദൈവസന്നിധി ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയ്ക്കാമല്ലോ. എനിക്കെന്നോ സർവശക്തൻ കൂടെയുണ്ട് തളരാതെ മരുഭൂമിൽ യാത്ര ചെയ്യോ പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട് തളരാതെ ശബ്ദത്തിൽ പറയാമോ? മരുഭൂമിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ എന്നെ കരുതും എന്നും പുലർത്തും എന്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ഓ ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൽ നിഴലിൽ മറയ്ക്കോ ദുഃഖേ കരുതോ എന്നും പുലർത്തോ എന്റെ ആവശ്യങ്ങളെല്ലാം അറിയോ. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൽ നിഴലിൽ മറയ്ക്കോ ആശ്രയിപ്പാൻ എനിക്കെന്നോ സർവശക്തൻ കൂടെയുണ്ട് തളരാതെ മരുഭൂമിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ഭാവിക്കയില്ല ബാധയോ എന്നെ തൊടുകയില്ല. ഓ പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കാര്യങ്ങളിൽ പറയാമോ അനർത്ഥങ്ങൾ ഭാവിക്കയില്ല. ഓ ബാധയോ എന്നെ തൊടുകയില്ല. ഓ പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കാര്യങ്ങളിൽ ആശ്രയിപ്പാൻ എനിക്കെന്നോ സർവശക്തൻ നാമേ കൂടെയുണ്ട്. ഓ തളരാതെ മരുഭൂമിൽ യാത്ര ചെയ്യും. ഓ പ്രത്യാശയോ ആമേൻ ആശ്രയി ശബ്ദത്തിൽ
സന്തോഷത്തോടെ നാം തുറന്നു പറയാമോ? ഹല്ലേലൂയ. സർവശക്തൻ ഓ കൂടെയുണ്ട്. ഓ താണേറ ഓ മരുഭൂമിയിൽ യാത്ര പ്രത്യാശയോടെ ആശ്രയിപ്പാൻ Yes. എനിക്ക് ഓ സർവശക്തൻ ഓ കൂടെയുണ്ട്. ഓ താണേറ ഓ പ്രത്യാശയോടെ ഓ ആശ്രയിപ്പാൻ. അപ്പാ, എനിക്കൊരു കർത്താവിനെ ലഭിച്ചല്ലോ. ശക്തൻ കൂടെയുണ്ട്. ഓ താണേറ ആരും ഓ ശബലബദ്ധന ശബലബദ്ധന. ഹല്ലേലൂയ. ആശ്രയിപ്പാൻ എനിക്ക് നല്ലൊരു കർത്താവിനെ കിട്ടി. ആ കർത്താവിനെ കിട്ടിയ ജീവിതത്തെ ഏറ്റവും വലിയ ഭാഗ്യം. മറ്റാരെ ആശ്രയിക്കുക? വചനം പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളെല്ലാം നാം കർത്താവിൽ ആശ്രയിച്ചു. അതിൻ്റെ വിടുതലുകൾ നമ്മൾ അനുഭവിച്ചു. സാത്താന്യതയും ഓടിച്ചു. അവൻ്റെ പദ്ധതിയും പൊളിച്ചു കളഞ്ഞു. ആത്മാവിനെ സഞ്ചരിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തി. ഇന്ന് രാവിലെ എത്ര പേർക്ക് സന്തോഷത്തോടെ നമുക്ക് പറയാൻ പറ്റും, എൻ്റെ കർത്താവ് എന്നെ ഉയർത്തി, എൻ്റെ കർത്താവിനെ മാനിച്ചു, പൈശാചികന് കൈ കൊടുക്കാതെ ദൈവം താങ്ങി. കരമൊന്നടിച്ച് നന്ദിയോടെ പറയാമോ? ആ ദൈവം എത്ര മഹത്വം കൊടുത്താലും, എത്ര സ്തോത്രം പറഞ്ഞാലും, എത്ര മാത സ്തുതി കരേറ്റിയാലും അവയെ മതി വരാത്ത അത്ഭുതകരമായ നിലവാരത്തിൽ ദൈവം നമ്മെ താങ്ങിയ ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി പ്രത്യാശയുള്ള ദൈവമക്കളെല്ലാവരും അക്കരകളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. അബേ എന്നുള്ളത് പാട്ടുപോഷം 140 എനിക്കെന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയേശുവിൻ കൂടെയുള്ള വാസം ചിന്താതീതം അത് മനോഹരം. ദൈവമക്കൾ, ഇന്ന് രാവിലെ സമയം നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രത്യാശിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ദൈവത്തിൻ്റെ രാജ്യമെന്ന് പറഞ്ഞ കാര്യം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവരാജ്യത്തിൻ്റെ പ്രവേശനമാണ് നമ്മുടെ പാട്ടും പ്രസംഗവും ആരാധനയും ഒക്കെ ദൈവരാജ്യമാണ്. അപ്പോൾ നമ്മൾ ഓരോ വരികൾ നാം പാടുമ്പോൾ ദൈവരാജ്യത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് നാം ദൈവസന്നിധിയിൽ പാടണം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം സ്തോത്രം, എൻ്റെ ആത്മാർത്ഥ സ്നേഹിതൻ പ്രിയ കുടുംബത്തിൽ 5 അംഗങ്ങളുണ്ട്. 5 അംഗത്തിൽ 5 മക്കളാണ്. 5 മക്കളിൽ എന്നെ അവർ പലപ്പോഴും പറയുന്നുണ്ട്, 6ാമത്തെ മകനാണ് ഞങ്ങളുടെ പാസ്റ്റർ ക്രിസ്റ്റഫർ എന്ന് പറയാറുണ്ട്. അത്രമാത്രം ആത്മീയ ബന്ധമുള്ള ഒരു കുടുംബമാണ്. അതിനകത്ത് ഏറ്റവും അവസാനത്തെ നമ്മുടെ ഇവിടെ വന്നു പാസ്റ്റർ പ്രിൻസ് ഇവിടെ വന്നു. ഡൽഹിയിലെ പാസ്റ്റർ പ്രിൻസ് ഇവിടെ വന്നു. ഒരു ദിവസം ശുശ്രൂഷിച്ചു. ഒരു ഞായറാഴ്ച വന്നു ശുശ്രൂഷിച്ചു. അദ്ദേഹത്തിൻ്റെ മൂത്ത പെങ്ങളാണ്, തൊട്ട് മുമ്പിലുള്ള ആ ദൈവദാസൻ. ആ മേഴ്സി എന്നാണ് പേര്. മേഴ്സി കഴിഞ്ഞ ദിവസം പെട്ടെന്ന് അറ്റാക്കായി മരിച്ചു. അതിന് ഫ്യൂണറൽ സർവീസിൽ ഞാൻ സംബന്ധിച്ച് പത്തനാപുരത്താണ്. ഞാൻ സംബന്ധിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആ പ്രിയ മേഴ്സി എനിക്ക് ഒത്തിരി ദിവസങ്ങൾ വെച്ച് വിളമ്പി ശുശ്രൂഷിച്ച ദിവസങ്ങളൊക്കെ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. അത്രമാത്രം ആത്മബന്ധം ആ കുടുംബമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ മേഴ്സി ദൈവസന്നിധിയിൽ ശരീരത്തിനകത്ത് അസ്വസ്ഥ വന്ന സമയത്തെല്ലാം അവൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും അന്യഭാഷ പറയുകയും ചെയ്യാറുണ്ട്. മരിക്കുക തൊട്ട് മുമ്പിൽ മകളെ വിളിച്ച് പറഞ്ഞു, മോളെ ഞാൻ മരിക്കും, വേഗം മകളാണ്, കരയരുത്. ആ കിടക്കി കിടന്നുകൊണ്ട് വളരെ മനോഹരമായ ഒരു പ്രത്യാശ ഗാനം എന്ത് ചെയ്തു, ആ പെൺകുട്ടി കിടന്നുകൊണ്ട് എഴുതിയിട്ട് അവിടെ കിടന്ന് ട്യൂൺ ചെയ്തു. എന്നിട്ട് മൊബൈലിനകത്ത് റെക്കോർഡ് ചെയ്യിപ്പിച്ചു. റെക്കോർഡ് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസത്തെ ആ മന്ന ശുശ്രൂഷ കേൾപ്പിച്ചു. ആ പാട്ട് കേട്ടപ്പോൾ തന്നെ കരയാത്തവരാരുമില്ല. സഭ കൂട്ടം കരച്ചിലായിരുന്നു. അത്രമാത്രം ഒരു ആത്മീയ ഫീലിങ്സ് ഉണ്ടായി. ആ പെൺകുട്ടി മരിക്കുന്ന മുമ്പിൽ സ്തോത്രം അവൾക്കറിയാമായിരുന്നു
ഞാൻ എവിടെ പോകുമെന്നൊരു പ്രത്യാശ അവരകത്തുണ്ടായിരുന്നു. ആമേൻ. ഓരോ ദിവസവും നമ്മൾ എണ്ണി നിൽക്കേണ്ട ഒരു കാര്യം ഇതാകുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. നാം മരിച്ചാൽ നാം നിത്യത എത്തുമെന്ന പ്രത്യാശ നമ്മുടെ അകത്ത് എപ്പോഴും ഉണ്ടാകണം. ഒരു ആമേൻ പറഞ്ഞ് മനസ്സിലാകുന്നെങ്കിൽ, നിങ്ങൾ സ്വർഗത്ത് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. പോകാനുള്ള മനസ്സില്ലെന്നാണ് നിപ്പ് കണ്ടിട്ട് തോന്നുന്ന സ്വോത്രം ആണോ? അങ്ങനെയല്ലല്ലോ. നമ്മുടെ പ്രത്യാശ സ്വർഗത്തിൽ പോകുന്ന പ്രത്യാശയാണ്. കരയൊന്ന് ഉയർത്തി കർത്താവേ. അതുകൊണ്ട് നമുക്ക് ആനന്ദം എന്നൊരു വാക്കുണ്ട്. പക്ഷെ നമുക്ക് ഇന്ന് വരെ ഈ ഭൂമിയിൽ വെച്ച് ആനന്ദം കിട്ടിയിട്ടുണ്ടോ ജയ്സേ? ഇല്ല. കിട്ടുമോ? കിട്ടത്തില്ല. സന്തോഷമെന്ന് പറയും. സന്തോഷം കിട്ടുമോ? അപ്പോഴും കാണും. പിന്നെ നമ്മൾ എന്ത് പെട്ടെന്ന് ആ സന്തോഷം പറയാൻ്റെ പെട്ടെന്ന് അപ്രദേശമായി പോകും. പക്ഷെ എന്താണ് സന്തോഷമെന്നും എന്താണ് ആനന്ദമെന്നും അറിയണമെങ്കിൽ ഇവിടെ പോകണം. അവിടെ തന്നെ പോകണം. സന്തോഷത്തിൻ്റെ സ്ഥലത്ത് തന്നെ പോകണം. അപ്പോൾ അവിടെ പോകുമ്പോഴാണ് നമ്മൾ റിയൽ ഡിലൈറ്റ് എന്നോ എൻജോയ് എന്നോ ഒക്കെ നമുക്ക് പറയുന്ന ആ ഒരു ആഴമായ ബന്ധത്തിൻ്റെ ആരാധന നമുക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. നമുക്കൊരുമിച്ച് ആ പാട്ട് രീതി പാടി പ്രത്യാശയിൽ തന്നെ നന്നായിട്ട് കരമടിക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാതെ അറിയാൻ പറ്റുമെങ്കിൽ കണ്ണടച്ച് നല്ല ധ്യാനിച്ചുകൊണ്ട് അത് പാടി കർത്താവിനെ ആരാധിച്ച് കർത്താവിൻ്റെ ബലമേറ്റെടുത്ത് നമുക്ക് ഈ സഭാരാധന മടങ്ങിപ്പോകാം. ആമേ. നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം, ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതു ജീവിതം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം, ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതു ജീവിതം. ഞാനാകിലും ശാന്തമാനം തരും ശുഭം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം, ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതു ജീവിതം. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസ കാഴ്ചവടിലത്രേ. തന്നിടുമേ സ്വർഗ ഭണ്ഡാരത്തിൽ ഇന്നും ഒന്നിനും പൊട്ടില്ലാതെ വണ്ണം. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസ കാഴ്ചവടിലത്രേ. തന്നിടുമേ സ്വർഗ ഭണ്ഡാരത്തിൽ ഇന്നും ഒന്നിനും പൊട്ടില്ലാതെ വണ്ണം. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയെല്ലാം സാധ്യം. എന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം, ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതു ജീവിതം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതു ജീവിതം. ആരു വെറുത്താലും ആരു ചെറുത്താലും കാര്യമില്ലെന്നുള്ള ചൊല്ലുന്നു. കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതീക്ഷാബദ്ധം ചെയ്തു. ആരു വെറുത്താലും ആരു ചെറുത്താലും കാര്യമില്ലെന്നുള്ള ചൊല്ലുന്നു. കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബദ്ധം ചെയ്തു. കൂട്ടത്തോടെ വിട്ടുപോയെന്നാലും കൂട്ടായ യേശു എനിക്കുള്ളതാണെന്നാനന്ദം. എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം, ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതു
സന്തോഷമാം പുതുജീവിതം. ആരും സഹായിക്കോ, ആരും സഹായിക്കും, ആരും സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിന്റെ മാറിൽ. ആരും സഹായിക്കോ, ആരും സഹായിക്കും, ആരും സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിന്റെ മാറിൽ. എന്നും സഹായോ, എന്നും സഹായമത്യത്ഭുതമാം വിധം തൊട്ടു സുഖപ്പെടുത്തുമെന്നാനന്ദം എനിക്കെന്താനന്ദം. ഈ യേശുവിൻ കൂടെയുള്ള വാസം ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം. ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം. ക്രിസ്തീയ ജീവിതമാഹാത്മ്യം കണ്ടവർ ക്രിസ്തുവിനെ വിട്ടുപോയിടുമോ? സ്ഥിരമല്ലാത്ത ലോകം സ്നേഹത്തിനവ്രതരായി തീരുന്നതെന്തിന്? ക്രിസ്തീയ ജീവിതമാഹാത്മ്യം കണ്ടവർ ക്രിസ്തുവിനെ വിട്ടുപോയിടുമോ? സ്ഥിരമല്ലാത്ത ലോകം സ്നേഹത്തിനവ്രതരായി തീരുന്നതെന്തിന്? കർത്തനാമേശുവോടൊത്തു നടക്കുകിൽ നിത്യാനന്ദം ലഭ്യമേ എന്താനന്ദം എനിക്കെന്താനന്ദം. ഈ യേശുവിൻ കൂടെയുള്ള വാസം ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം. കണ്ടിട്ടല്ല എൻ ജീവിതാനന്ദം വിശ്വാസത്താൽ ചുവടിലത്രേ. തന്നീടുമേ സ്വർഗ്ഗഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വന്നു. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാനന്ദം വിശ്വാസത്താൽ ചുവടിലത്രേ. തന്നീടുമേ സ്വർഗ്ഗഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വന്നു. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയെല്ലാം സാധ്യമെന്നാനന്ദം എനിക്കെന്താനന്ദം. യേശുവിൻ കൂടെയുള്ള വാസം ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം. ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം. ആരു വെറുത്താലും ആരു ചെറുത്താലും കാര്യമില്ലെന്നുള്ള ചൊല്ലുന്നു. കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബദ്ധം ചെയ്തു. ആരു വെറുത്താലും ആരു ചെറുത്താലും കാര്യമില്ലെന്നുള്ള ചൊല്ലുന്നു.
സ്നേഹത്തിനവല്ലാത്ത ലോകം സ്നേഹത്തിനവർത്തരത്തിരുന്നതെന്തിന് പത്തനമേശോടൊത്തു നടക്കുക നിത്യാനന്ദം ലഭ്യമേയെന്നാനന്ദം എനിക്കെന്താനന്ദം യേശുവിൻ കൂടെയുള്ള വസനം ചിന്താതീതം അത് മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം ചിന്താതീതം അത് മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം ജീവിതമാകാന്യം കണ്ടവർ ക്രിസ്തുവിനെ വിട്ടുപോയിടുമോ സുസ്ഥിരമല്ലാത്ത ലോകം സ്നേഹത്തിനവത്തരത്തിരുന്നതെന്തിന് ജീവിതമാകാന്യം കണ്ടവർ ക്രിസ്തുവിനെ വിട്ടുപോയിടുമോ സുസ്ഥിരമല്ലാത്ത ലോകം സ്നേഹത്തിനവത്തരത്തിരുന്നതെന്തിന് കർത്തനമേശുവോടൊത്തു നടക്കുക നിത്യാനന്ദം ലഭ്യമേയെന്നാനന്ദം എനിക്കെന്താനന്ദം യേശുവിൻ കൂടെയുള്ള വസനം ചിന്താതീതം അത് മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം ചിന്താതീതം അത് മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം എന്താനന്ദം എനിക്കെന്താനന്ദം യേശുവിൻ കൂടെയുള്ള വസനം സംരക്ഷിക്കുക എന്നുള്ള ഭീതി വേണ്ടോ തീരമെങ്കിൽ ചേർന്നാൽ ഞാൻ ചാരുന്ന യേശുവിന്റെ മാർഗ് ആമേൻ രാവിലെ പ്രത്യാശപ്പെടുന്ന പ്രത്യാശ കൂടട്ടെ ആര് സഹായിക്കുമെന്നോ ആര് സംരക്ഷിക്കുമെന്നുള്ള ആ ഭയത്തിന്റെ പട്ടിക ഇന്ന് രാവിലെ ഡിലീറ്റ് ചെയ്തിട്ട് അവൻ എന്നെ സഹായിപ്പാൻ ആകാശത്തിന് കീഴ് മനുഷ്യരുടെ യേശുവിന്റെ നാമത്തിന് എന്നെ സഹായിപ്പാൻ എന്നെ സംരക്ഷിപ്പാൻ എന്നെ ഉയർത്തുവാൻ എന്നെ ആദരിപ്പാൻ എന്നെ നടത്തുവാൻ ആ യേശുവിനുള്ള ആ പ്രത്യാശയിൽ കരമടിച്ച് ആത്മാവിൽ ആരാധിച്ച് ആത്മശക്തി പ്രാപിക്കും ചിരകാനകലം ശബലം ചരകാനകലം ചിരകാനകലം ശബ്ദനവാദ ആര് വരുത്തോട്ടെ ആര് ചെറുത്തോട്ടെ പക്ഷെ ഇന്ന് രാവിലെ സമയം ആര് വരുത്താലും ആര് ചെറുത്താലും അവ എനിക്ക് യേശുവിനെ മാതാക്ക അനുഭവത്തെ സ്തുതിക്ക ആ ഒരു കാലവേശാല ആ അഭിഷേകത്തെ സഞ്ചരിക്കാനേ പറ്റൂ ആ ദൈവശക്തി സഞ്ചരിക്കാനേ പറ്റൂ ആ മാകാത്മ്യത്തിൽ കൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ അവൻ ഭീഷാലും തോറ്റു പോകുകയാണ് അവന്റെ പദ്ധതികൾ പൊളിയുന്നു മനുഷ്യൻ ആശയങ്ങൾ അവ അഴിഞ്ഞു മാറുക
ഓടാ ജാനം ശമ്പര കെട്ടി പടമാരകന ഉട ശലഭ തരജ ശബല തരജ. കത്തട്ടെ, ആത്മാവിൽ കത്തി ആരാധിച്ചാട്ടെ. ആ വാക്കുകളെ മനസ്സിലാക്കി ആത്മാവ് ആര് വെറുക്കട്ടെ, ആര് ചെറുക്കട്ടെ, എല്ലാരും ഉപേക്ഷിക്കട്ടെ, എല്ലാരും തള്ളിക്കളയട്ടെ, ആര് മൈൻഡ് ചെയ്യാതിരിക്കട്ടെ, ആര് ശ്രദ്ധിക്കാതിരിക്കട്ടെ. പക്ഷെ എന്നെ ശ്രദ്ധിക്കാൻ, എന്നെ ആദരിപ്പാൻ, എന്നെ വഴി നടത്താൻ, ഓ ജീവന എന്റെ യേശു ഉണ്ടെന്നുള്ള ബോധത്തോടെ എന്റെ പ്രത്യാശ വർദ്ധിക്കട്ടെ. ക്രിസ്തീയ ജീവിതത്തിന്റെ മാഹാത്മ്യം കണ്ട പ്രിയപ്പെട്ടവർ കർത്താവിനെ വിട്ടു പോകാനോ ആരാധിക്കാതിരിക്കാനോ ദൂത് പ്രാപിക്കാതിരിക്കാനോ ദൈവരാജ്യം അനുഭവിക്കാതിരിക്കാനോ കഴിയുമോ? ഒരിക്കലും ആത്മശാന്തി അനുഭവിച്ച യേശുവേ, എനിക്ക് ഒരു ബോധ്യം കൂടി വന്നു. എനിക്ക് യേശുവുണ്ട് എന്നെ സഹായിപ്പാൻ. അത് രാവിലെ പകലില് ഏത് സമയത്ത് എന്നെ സഹായിപ്പാത്തക്കവണ്ണം ജാഗരൂപരായിരിക്കുന്ന എന്റെ അപ്പനുണ്ട്, എന്റെ യേശുവപ്പനുണ്ട്, എന്റെ യേശുവപ്പനുണ്ട്. ആ പ്രത്യാശയിൽ ആ കരമടിച്ച് സ്വന്തം ചെയ്യാത്ത എല്ലാവരും കരമടിച്ച് ആത്മാവേ നൃത്തത്തോട് ആലോചിച്ചു പറ, ദൈവമേ എന്നെ സഹായിപ്പാൻ, എന്നെ സന്തോഷിപ്പിക്കാൻ, എന്നെ ഈ മാസത്തിന്റെ കഴിഞ്ഞ 18 ദിവസവും അത്ഭുതത്തോടെ നടത്തിയ കഴിഞ്ഞ 6 മാസവും 7-ാം മാസത്തിന്റെ 10-ാം ദിവസം വരെയ നമ്മെ സഹായിച്ച ഒറ്റ കരം യേശുവിന്റെ കരം മാത്രമാണ്. ഒറ്റ കരം യേശുവിന്റെ കരമാണ്. മറ്റാരും സഹായിക്കാനില്ലായിരുന്നു. എല്ലാവരും കണ്ടിട്ട് കാണാതെ പോയി, എല്ലാവരും കേട്ടിട്ട് കേൾക്കാതെ പോയി. പക്ഷെ എന്നെ കേട്ടതും എന്നെ കണ്ടതും എന്നെ സ്പർശിച്ചതും എന്നെ മാർവിൽ ചേർത്ത് വെച്ചത് ഒരുവനോട് യേശപ്പൻ. ആ യേശപ്പനോട് മാത്രം ഈ രാവിലെ പ്രത്യാശയിൽ കരമടിച്ച് നന്ദി പറഞ്ഞ് ആരാധിച്ചു പറയാ. അവിടത്തോടെ എത്തുന്നവരായ ആ ദൈവരാജ്യത്ത് പ്രവേശിക്കുന്നവരായ എന്റെ ആനന്ദം കുറയുന്നില്ല, എന്റെ സ്തുതി കുറയുന്നില്ല, എന്റെ ദൈവിക മഹത്വം കുറയുന്നില്ല. Hallelujah. ദാരിദ്ര്യ ജീവിതത്തുണ്ടായി, രോഗമുണ്ടായി, മാനസിക സംഘർഷമുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, അങ്ങോട്ട് തിരിയാൻ കഴിയാത്ത ഞെരുക്കമുണ്ടായി. ആര് പറയാൻ, ആരോട് പറഞ്ഞ് ആര് കേൾക്കാൻ? എല്ലാവരും കേൾക്കാതെ മാറിപ്പോകുമ്പോൾ എന്നെ കേട്ടതും എന്നെ കണ്ടതും എന്നെ അറിഞ്ഞതും എന്നെ സാന്ത്വനപ്പെടുത്തിയത് ഏക കർത്താവ് യേശുവാണ് എന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ആ കർത്താവിന് കൊടുക്കേണ്ടത് വെച്ച് ഏറ്റവും നല്ലൊരു ആരാധന, ആ ദൈവം കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു മകച്ച ആ ദൈവത്തിന്റെ കത്തട്ടെ ആ ദൈവ സാന്നിധ്യം കളയാതെ ആരാധിച്ചാട്ടെ. ഓ റിബലബലബ ശബ്ദനാഥന ആ ദൈവ സാന്നിധ്യം അനുഭവിച്ച് തന്നെ ആരാധിച്ചോ. അത് അനുഭവിച്ചാലോചിച്ചോ. ആ ദൈവ സാന്നിധ്യം നന്നായി ഫീലാകട്ടെ, നമ്മുടെ ആത്മാവി ഫീലാകട്ടെ, നമ്മുടെ ആത്മമണ്ഡലം ഫീലാകട്ടെ. ആ ദൈവ സാന്നിധ്യം അടബ ശബല ഖരാദന അത്ഭുതത്തോ ആ ദൈവ നന്നായി ഫീലാകട്ടെ, ആത്മാവിൽ ഫീലാകട്ടെ, പ്രാണന് ഫീലാകട്ടെ, അത് ശരീരത്തിൽ ഫീലാകട്ടെ. അത് മുമ്പോട്ടുള്ള ഗമനത്തിന് ഒരാക്കം കൂടട്ടെ.
ആരും സഹായിക്കും, ആരും സംരക്ഷിക്കും എന്നുള്ള ഭീതി വേണ്ട കേട്ടോ അമ്മാമേ. എന്റെ സഹോദര കുഞ്ഞേ, പിതാക്കന്മാരെ, നിന്നെ ആര് സഹായിക്കുമെന്നുള്ള പേടി വേണ്ട. നിന്റെ മുമ്പോട്ട് ഗമന എന്തായി ചെയ്യുന്നത് ശങ്ക വേണ്ട. ഇന്ന് രാവിലത്തെ ദൂത് ശ്രദ്ധിച്ചോ. നിന്നെ സംരക്ഷിപ്പാൻ, നമ്മെ മാനിക്കാൻ, നമ്മെ കാതിരിപ്പാൻ അപ്പനേക്കാളും അമ്മയെക്കാളും സഹോദരന്മാരെക്കാളും സഹോദരിമാരെക്കാളും മാതാപിതാക്കളെ നമ്മെ നടത്തുവാൻ ആ പൊന്നു കരമുണ്ടല്ലോ. ആ നമ്മെ പരിപാലിക്കുവാൻ ആ പൊന്നു കരമുണ്ടല്ലോ. ആമേ, ആ കരത്ത് നമ്മൾ വഹിച്ച് ഇതാ ഞാൻ താങ്ങുന്ന ദാസൻ, എന്റെ ഉള്ള പ്രസാദിക്കുന്ന എന്റെ മൃതൻ എന്ന് പറയുമ്പോൾ സാത്താന്റെ കെട്ടഴിഞ്ഞ് സാത്താന്റെ പദ്ധതി പൊളിയുന്നല്ലേ, മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡുകളല്ല പൊട്ടി മാറുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി. യെസ് 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 അഗഗഗനബദനബൈശല അദലഗദലബൈശന്ദനാദന അജ്കനബൗഡബതുരബ യെസ് ഉഡ ബബ ധന ചല ധന അട ചല കട ധന ധന. ഒരു ഭയങ്കര വിടുതൽ നമ്മുടെ ദേഹത്ത് വരികയാണ്. നമ്മുടെ ഭവനത്തിനകത്ത് ഒരു വലിയ വിടുതൽ വരികയാണ്. നമ്മുടെ ആലയത്ത് വലിയൊരു അത്ഭുതം നടക്കുകയാണ്. ഇന്ന് വരെ അനുഭവിക്കാത്തൊരു ആത്മസാന്നിധ്യം, ഇന്ന് വരെ അനുഭവിക്കാത്തൊരു അഭിഷേക സാന്നിധ്യം, ഇന്ന് വരെ അനുഭവിക്കാത്തൊരു ആത്മാവിന്റെ വിടുതലുകൾ, നമുക്ക് വേണ്ടി കരുതി വെച്ച അവകാശത്തിന്റെ വെളിപ്പാട് ചില പ്രിയപ്പെട്ടവരെ ദൈവാത്മ കൈമാറുകയാണ്. അവ നമ്മളെ വെച്ച ചില വിശേഷതയുടെ നന്മകളുടെ വലിയൊരു ആഴം. യെസ്, അത്ഭുത വിസ്മയ സ്നേഹം എന്നാത്മാവിലാനന്ദം. അക്കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർന്ന് സമർപ്പിക്കാം. ജീവനെ നൽകിയ സ്നേഹം എൻ ജീവന്റെ ആധാരം. ഓ ജീവന്റെ കരങ്ങൾ ഉയർത്തി എല്ലാ കണ്ണും അടച്ച് സമർപ്പിക്കാമല്ലോ. അത്ഭുത അത്ഭുത വിസ്മയ സ്നേഹം അപ്പാ എൻ ആത്മാവിൻ ആനന്ദം. ജീവനെ നൽകിയ സ്നേഹം എൻ ജീവന്റെ ആധാരം. മറ്റാരുമില്ലാത്തൊരു ജീവന്റെ ആധാരം. ക്രൂശിലന്റെ യേശുവിൻ യാഗം എൻ പാപത്തിൻ മോചനം. ക്രൂശിലന്റെ യേശുവിൻ ത്യാഗം, ക്രൂശിലന്റെ യേശുവിൻ ത്യാഗം എൻ ആത്മാവിൻ സാന്ത്വനം. ഓ എൻ ആത്മാവിൻ ക്രൂശിലൻ യേശുവിൻ യാഗം, ക്രൂശിലൻ യേശുവിൻ യാഗം. എല്ലാ ധ്യാനത്തോടെ പാപത്തിൻ മോചനം. ക്രൂശിലൻ യേശുവിൻ ത്യാഗം, ക്രൂശിലൻ യേശുവിൻ യാഗം എൻ ആത്മാവിൻ സാന്ത്വനം. ഓ എൻ ആത്മാവിൻ സാന്ത്വനം. കരങ്ങൾ ഉയർത്തി നീയാണ് നീയാണെന്നുള്ളിലെ ഗാനം.
നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. ഒരു പ്രാവശ്യം കൂടി നീയാണ്, നീയാണ് എന്നുള്ളിലെ ഗാനം, നീയാണ് നാവിലെ ഗീതം. നീ തന്നെ എന്നും എന്നാശ. നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. സൗഖ്യദായകൻ യേശു, ആത്മാവിൽ ശാന്തിയേകും. ജീവന്റെ നായകൻ ക്രിസ്തു, ജീവന്റെ നായകൻ ക്രിസ്തു. ജീവനിൽ നടത്തിയിടൂ. ഓ ജീവനിൽ നാട് നന്ദിയോടെ സമർപ്പണത്തോടെ വാക്ക് പറയാമോ? സൗഖ്യദായകൻ ഇന്ന് രാവിലെ എല്ലാ ശരീരത്തിലും ആത്മാവിൽ എല്ലാ ആത്മാവിലും ഒരു ശാന്തിയേകും. സൗഖ്യത്തിന്റെ ആത്മാവ് വരട്ടെ. സമർപ്പണത്തോടെ ആ വാക്ക് പറയാമോ? ജീവന്റെ നായകൻ ക്രിസ്തു. ജീവനിൽ നടത്തിയിടൂ. ഓ ജീവനിൽ നടത്തിയിടൂ. നീയാണ് നീയാണെന്നുള്ളിലെ ഗാനം, നീയാണെൻ നാവിലെ ഗീതം. നീ എന്നും എന്റെ ആശ. നീ തന്നെ എന്നും എന്നാശ. നിൻ മുൻപിൽ വണങ്ങുന്നു. സമർപ്പിക്കാമോ? നമ്മുടെ ആത്മാവ് ഓ ശരീരം നിൻ പോൽ മുൻപിൽ വണങ്ങുന്നു. ഒരു പ്രാവശ്യം കൂടി ആ കരങ്ങളെ ഒന്ന് ഉയർത്തി കണ്ണുകളുടെ ധ്യാനത്തോടെ പറയാമോ? നീയാണെന്നുള്ളിലെ